വടമുക്കിൽ നിന്ന് തുറവാണത്തേക്കുള്ള ബണ്ട് റോഡ് വെള്ളത്തിലായി. ജനങ്ങൾ ദുരിതത്തിൽ. യാത്രക്കാർ ബുദ്ധിമുട്ടി യാത്ര ചെയ്യുന്നു. പാലം പണി താൽക്കാലികമായി വെള്ളക്കെട്ട് കാരണം നിർത്തിവച്ചിരിക്കുന്നു. റോഡിൽ വെള്ളം നിറഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ചെറിയ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുന്നതിന് വലിയ വിഷമം സൃഷ്ടിക്കുന്നു. ബൈക്കുകൾ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. മറ്റു വാഹനങ്ങൾക്കൊന്നും പോകാൻ സൗകര്യമില്ല. ബൈക്കുകൾ മാത്രം പോകാൻ കഴിയുന്ന സംവിധാനമാണ്. വടമുക്ക് തുറവാണം ബണ്ട് റോഡ് വെള്ളക്കെട്ടിൻ്റെ ദുരിതത്തിൽ ജനങ്ങൾ വലയുന്നു. വടമുക്ക് തുറവാണം ബണ്ട് റോഡ് കോൾപ്പടവുകളെല്ലാം കായലുകളായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ നസ്രാണിക്കോള്, നടുപ്പോട്ട, മറ്റ് വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കോൾമുലം പാലത്തിൻ്റെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നു. വെള്ളം അധികമാകയാൽ റോഡ് മുങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ജനങ്ങൾ ദുരിതത്തിലാണ്. ഇവിടെ ഒരു വഞ്ചി അഥവാ ബോട്ട് സമ്പ്രദായം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിലവിലില്ല. എന്തായാലും അധികാരികൾ ശ്രദ്ധ ചെലുത്തണം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ പ്രയാസങ്ങൾ കണ്ട് മനസ്സിലാക്കണം. വെള്ളക്കെട്ടിൽ ദുരിതത്തിൽ തുറവാണം നിവാസികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നടന്നു വരുന്നു. നേർക്കാഴ്ചകൾ പകർത്തുന്നത് ധനശേഖരൻ പനമുക്കിൽ, ധനം വ്ലോഗേഴ്സ്. തുറവാണത്ത് നിന്നും വടമുക്കിലേക്കുള്ള റോഡ് വെള്ളത്തിലായിരിക്കുന്നു. അധികാരികൾ ശ്രദ്ധ ചെലുത്തി എത്രയും പെട്ടെന്ന് ഗതാഗതത്തിന് തോണിയോ ബോട്ടോ ഉണ്ടാക്കി അവരെ സഹായിക്കണമെന്ന് ആണ് ആവശ്യപ്പെടുന്നത് നാട്ടുകാർ. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ വളരെ പ്രയാസപ്പെട്ടാണ് ബണ്ട് കടന്ന് ഇക്കര എത്തുന്നത്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് തോണി സർവീസ് ഉടനെ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബണ്ട് റോഡിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നു ധനശേഖരൻ പനമുക്കിൽ. മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി പഞ്ചായത്ത് വടമുക്കിനെയും തുറവാണത്തെയും ബന്ധിക്കുന്ന ബണ്ട് റോഡ് വെള്ളത്തിലായി ദിവസങ്ങളോളമായി. ഇനിയും ഇവിടെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ തോണി സൗകര്യമോ ബോട്ട് സൗകര്യമോ ഏർപ്പെടുത്തി ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു.